എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഷോൾഡർ പെയിനിനെ കുറിച്ച് നോക്കാം. സാധാരണ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഷോൾഡർ പെയിൻ വരുന്നത്. എന്നാൽ ഇന്ന് ഒട്ടുമിക്ക ചെറുപ്പക്കാരിൽ ഇങ്ങനത്തെ ഒരു ഷോൾഡർ പെയിൻ കാണുന്നുണ്ട്. സാധാരണ വരുന്നത് ആണുങ്ങളെക്കാട്ടിയും സ്ത്രീകൾക്കാണ് ഈ ഷോൾഡർ പെയിൻ കാണുന്നത്. ബസ്സിൽ കമ്പി പിടിക്കാനെത്തില്ല, അതുപോലെ അലക്കാൻ പറ്റില്ല, കൈയിനെ കൊണ്ട് മുടികൾ ചീകാൻ പറ്റില്ല, മുടി കെട്ടി വെക്കാൻ പറ്റില്ല, ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, കൈ വേർത്തിട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിന് ബേസ് ചെയ്തിട്ട് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ഷോൾഡർ പെയിൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ചിലപ്പോൾ അവിടെ നീർക്കെട്ട് വരുന്ന അവസ്ഥയെ കൊണ്ടായിരിക്കും. ചിലർക്ക് അവിടെ കളർ ചേഞ്ചസ് വരും, ചുവന്ന കളറൊക്കെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ 3 തരം അസ്ഥിയുള്ള കയ്യിൽ നിന്ന് വരുന്ന ഹ്യൂമറസ് ബോണ്, പിന്നെ നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഷോൾഡറിലേക്ക് വരുന്ന ക്ലാവിക്കൽ ബോണ്, മൂന്നാമത്തായിട്ട് മുതുകല്ല്, അതായത് സ്കാപ്പുല എന്ന് പറയും. അപ്പോൾ ഈ 3 അസ്ഥികളാണ് സ്വാഭാവികമായിട്ട് അവിടെ ഉള്ളത്. അതിനെ പൊതിഞ്ഞിരിക്കുന്നതാണ് റൊട്ടേറ്റഡ് കാഫ് എന്ന് പറയുന്ന ടെൻഡൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എല്ലുകൾ പൊട്ടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകും. ഇത് ആക്സിഡന്റ് പോലത്തെ സംഭവത്തിൽ നമുക്ക് അസ്ഥികൾ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു പെയിനായിട്ട് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ചില ആൾക്കാർ സർജറിക്ക് പോയാലും അത് മാറാതിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒത്തിരി ആളുകളെ അലട്ടുന്ന പ്രശ്നമാണ് ഈ ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത്. ചില ആൾക്ക് സ്വാഭാവികമായിട്ട് കൈനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ പുറകോട്ടോ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ഭയങ്കര വേദനയായിരിക്കും. ആദ്യമൊന്നും ഈ വേദന ശ്രദ്ധിക്കാറില്ല, കാരണം അവരുടെ ദിവസമുള്ള റുട്ടീൻ നടക്കുന്നുണ്ട്. പിന്നെ ആ പെയിൻ കൂടിക്കൂടി വരുമ്പോഴൊക്കെ ആയിരിക്കും എന്ത് ട്രീറ്റ്മെൻറ്റിലാണ് പോകേണ്ടത് എന്നുള്ളൊരു ചിന്ത വരുന്നതും പലവിധ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ചില ആൾ വേറെയുള്ള ആളോട് ചോദിക്കുമ്പോൾ സർജറി ചെയ്തിട്ട് മാറ്റൂല എന്ന് പറയുമ്പോൾ ഇനി വേറെ എന്തൊരു ഇതുണ്ടോ എന്ന് അറിഞ്ഞിട്ടാണ് അധിക പേരും അക്യുപഞ്ചറിൽ വരുന്നത്. അക്യുപഞ്ചറിൽ വന്നതിന് ശേഷം അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള എനർജീനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ലങ്സിൻ്റെയും ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെയും എനർജിയിലാണ്, അതിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഷോൾഡർ പെയിൻ ഉണ്ടാകുന്നത്. ഈ പൊട്ടലും ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നീട് വരുന്നതാണ്, അതിലുള്ള ഇംബാലൻസിലായിരിക്കും നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ മാറാത്തത്. അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു 2 അവയവവും നല്ല ഫങ്ഷനിലാണെങ്കിൽ അതിലെ തന്നെ കിഡ്നിയും യൂറിനറി ബ്ലാഡർ, പിന്നെ ഗർഭപാത്രം, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക അവയവങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഷോൾഡർ പെയിൻ കുറഞ്ഞു വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. പിന്നെ കഴുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവിക്കൽ ബോണാണ് തലയിന നമ്മുടെ കഴുത്തിലൂടെ ഉറപ്പിച്ച് നിർത്തുന്നത്. നമ്മളിപ്പോൾ കുനിഞ്ഞു നിന്ന് ചെയ്യുന്ന ജോലി, സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലി, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഫോണ് താഴെ നോക്കി ഇതാക്കുന്നത്, സ്ഥിരമായിട്ട് പുസ്തകം വായിക്കുന്നത്, കുനിഞ്ഞിരിക്കുന്നത്, ഇത് ഷോൾഡർ പെയിനിലേക്ക് പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ വേണ്ടത് യൂട്യൂബ് നോക്കിയിട്ട് ഒത്തിരി സിമ്പിൾ എക്സസൈസ് ഉണ്ടാവും, ദിവസം ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസ് നമ്മുടെ അവിടുത്തെ ജോയിൻസിന് കൊടുക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ട്രെസ്സ് കുറക്കുക എന്നുള്ളത്. ദുഃഖം ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഏതെങ്കിലും ഒരു ദുഃഖം വഹിച്ചുകൊണ്ട് അടക്കിയാണ് നമ്മൾ അറിയില്ല, നമ്മൾ വിചാരിക്കും അത് മനസ്സിലല്ലേ ദുഃഖം, പക്ഷെ അത് ഷോൾഡറിനെ ബാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണത്തെ കണ്ടെത്തി അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതിന് ദുഃഖത്തിൻ്റെ കാരണം കണ്ടെത്തി നമ്മൾ സോൾവ് ചെയ്യുമ്പം നമ്മളത് മനസ്സ് കൊടുക്കാണ്ടിരിക്കുമ്പോൾ ആ ഷോൾഡർ പെയിൻ മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. 80% രോഗങ്ങളും വരുന്നത് ഈ ഒരു നമ്മുടെ മാനസികമായിട്ടുള്ള ഇമോഷണൽ ഇംബാലൻസ് കൊണ്ടാണ്. തീർച്ചയായിട്ടും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ വരുമ്പോൾ നമ്മൾ 4G പാലിക്കുമ്പോൾ തന്നെ ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ മാറുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലി ശാരീരികമായ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് കുറയുന്നത് കാണാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഷോൾഡർ പെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ പറ്റും. സിമ്പിളായിട്ടുള്ള എക്സസൈസ് ഡെയിലി ചെയ്യുക, 4G പാലിച്ചുകൊണ്ട് ജീവിതശൈലി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ്സിനെ നന്നായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ദുഃഖത്തിനെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഈ ദുഃഖം അനുഭവിക്കുന്നത് അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവും. മിക്കതും നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് മാത്രമാണ്, പക്ഷെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കത് വിട്ടുപോകാൻ വേണ്ടിയിട്ട് പലതിനും പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.